മൈമെന്റർ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡിഗ്രി ലെവൽ പ്രിലിംസ്, 10th ലെവൽ മെയിൻസ്, അതുപോലെ തന്നെ സിവിൽ എക്സൈസ് തുടങ്ങിയ പരീക്ഷകളുടെ എല്ലാ ഡേറ്റുകൾ നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അപ്പോൾ എല്ലാവരുടെയും പഠനം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൈമെന്റർ PSC ആപ്ലിക്കേഷനിൽ ഇതിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റിവിഷൻ ക്ലാസ്സുകളും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തിരുന്നത് ഇല്ലേ. അതിൽ ഞാൻ അന്ന് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു കുറച്ച് ടോപ്പിക്കുകൾ നമുക്ക് ബാക്കിയുണ്ട്, കുറച്ച് റെയറായിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ്, അതുകൊണ്ട് തന്നെ റാങ്ക് മേക്കിങ്ങിന് ചാൻസ് ഉള്ള ചോദ്യങ്ങളും കൂടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 231നെ 2/5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഇവിടെ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എക്സ്പോണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു രൂപമാണ് a⁻m ഡിവൈഡ് ബൈ a⁻n ഇല്ലേ. നമ്മളെങ്ങനെ എഴുതും? a⁻m-n എന്ന് എഴുതും. ഇവിടെ നമുക്ക് ബേസ് രണ്ടും എങ്ങനെയാണ്? 2 തന്നെയാണ്, ഇവിടെയും 2 തന്നെയാണ്. അപ്പോൾ നമുക്ക് 2/31 ഡിവൈഡ് ബൈ 2/5 ഈക്വൽ ടു 2/31 - 5 എന്ന് എഴുതാം ഇല്ലേ. 2/31 5 പോകുമ്പോൾ എത്രയെന്ന് കിട്ടും? 2/26 എന്ന് കിട്ടും. പക്ഷെ നമ്മുടെ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക, 2/31 ഇതുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നാണ് എൻ്റെ ചോദ്യം ഇല്ലേ. ഡിവൈഡ് ചെയ്ത് ഉത്തരം എടുക്കാൻ നമുക്കറിയാം. നമ്മുടെ ചോദ്യം എന്താണ്? ശിഷ്ടം എത്ര എന്നാണ്. എന്താണ് റിമൈൻഡർ എന്ന് പറയുന്നത്? നമ്മളൊരു നമ്പറിന്, ഇപ്പോൾ ഞാൻ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 2 പ്രാവശ്യം 4 റിമൈൻഡർ 1 ഇല്ലേ. ഈ 1നെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? 2 കൊണ്ട് വായിക്കാൻ പറ്റത്തില്ല. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ അർത്ഥം കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആണ് റിമൈൻഡർ 0. അപ്പോൾ ഈ ചോദ്യത്തിൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ സാധിച്ചു ഇല്ലേ. 2/26 എന്ന് പറയുന്ന ഒരു നമ്പർ ഉത്തരം കിട്ടി, മിച്ചമായിട്ട് ആരും കിടപ്പില്ല. അങ്ങനെയെങ്കിൽ ഇവിടെ റിമൈൻഡർ എന്താണ്? റിമൈൻഡർ 0. ഓക്കെ, ഇനി ഇത് ബേസിക് ആയിട്ടുള്ള ചോദ്യം. ഇത് നമ്മുടെ പരീക്ഷ അങ്ങനെ ചോദിക്കാറില്ല. നമുക്ക് ചോദിക്കുന്നത് അടുത്ത ചോദ്യം മുതലുള്ള ടൈപ്പാണ്. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, 2/44നെ 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിൽ 2/31 2/5 ആയിരുന്നു, രണ്ടും 2ന്റെ പവറിലുള്ള സംഖ്യകളായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഏത് കൊടുത്തത്? ആ a⁻m+n അങ്ങനെ a⁻m/n അങ്ങനെയൊക്കെയുള്ള ഫോർമുലകൾ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ രണ്ടുപേരും 2ന്റെ പവറിലല്ല. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ഡിവിഷൻ ചെയ്യേണ്ടി വരും. പക്ഷേ 2/44 എന്ന് പറയുന്ന നമ്പർ 2/10 വരുമ്പോൾ തന്നെ 1024 ആകും. അപ്പോൾ 2/44 എന്ന് പറയുന്ന വലിയൊരു നമ്പർ എടുക്കുക എന്നുള്ള പോസിബിൾ അല്ല. ഇവിടെ ചെയ്യേണ്ടത് മെത്തേഡ് അതാണ്, പക്ഷേ യൂസ് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 2/44 ഡിവൈഡ് ബൈ 5 തന്നിക്കുന്നതിന് അതുപോലെ എഴുതും. ഇനി നോക്കാനുള്ളത്, മുകളിൽ കൊടുത്തിരിക്കുന്ന 2നെ താഴെ ഡിനോമിനേറ്ററിൽ ആരുണ്ട്? 5 ഉണ്ട്. 5ന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും നമ്പർ ആക്കാനായിട്ട് ശ്രമിക്കുക. അതായത് 4 അല്ലെങ്കിൽ 6 അങ്ങനെ 5നോട് 1 ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒരു നമ്പർ ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾ എല്ലായ്പ്പോഴും അങ്ങനത്തെ രീതിയിൽ വരുന്ന നമ്പേഴ്സ് ആയിരിക്കും. അതായത് 2നെ 5ന്റെ തൊട്ടടുത്തുള്ള 4 അല്ലെങ്കിൽ 6 ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് പവറിനെ സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. ഇവിടെ നമ്മൾ എക്സ്പോണൻസിൽ തന്നെ വേറൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. a⁻m എന്ന് പറയുന്നത് a⁻m ആണ് ഇല്ലേ. അതായത് ഉദാഹരണത്തിന് എനിക്കിപ്പോൾ a⁻20 എനിക്ക് എങ്ങനെ എഴുതാം? a⁻4 × 5 എന്ന് എഴുതാമല്ലോ. അപ്പോൾ a⁻4 എന്നതിനെ പിരിക്കാമല്ലോ. അപ്പോൾ a⁻4 സോൾവ് ചെയ്തതിന് ശേഷം അത് a⁻5 എടുത്താൽ മതി ഇല്ലേ. അപ്പോൾ അതേ ലോജിക്ക് നമ്മൾ എവിടെ എടുക്കുന്നു? ഈ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ 2² ഡിവൈഡ് ബൈ 5 എന്ന് എഴുതാം ഇല്ലേ. കാരണം 2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 ആണ്. 4 എന്ന് പറയുന്നത് 5ന്റെ തൊട്ടടുത്തുള്ളൊരു നമ്പറാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനെ 2² 2 × 22 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തിരിച്ച് കിട്ടും? 44 തിരിച്ച് കിട്ടും. അതായത് 4/5 4/22/5. ഇനി 4നെ 5 കൊണ്ട് വായിക്കാൻ സാധിക്കുമോ? ഇവിടെ 6 ആയിരുന്നു സംഖ്യയെങ്കിൽ 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. 7 ആയിരുന്നെങ്കിലോ 7നെ 5 കൊണ്ട് വായിക്കുമ്പോൾ റിമൈൻഡർ 2 കിട്ടും. അതായത് മേളിലുള്ള സംഖ്യയിൽ പൂർണ്ണമായിട്ട് 5 കഴിഞ്ഞിട്ട് മിച്ചം എത്രയുണ്ട് അതല്ലേ നോക്കുന്നേ. എനിക്ക് പക്ഷേ ഇവിടെ സംഖ്യ എന്തല്ല? 5നേക്കാളും വലിയൊരു സംഖ്യ അല്ല. അപ്പോൾ 4/5 വന്നേക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ 5 ആകാനായിട്ട് എത്ര വേണമെന്ന് നോക്കുക. 5 ആകാനായിട്ട് എത്ര വേണം? 1 വേണം ഇല്ലേ. 1ന്റെ കുറവല്ലേ ഉള്ളത് 5 ആകാനായിട്ട്. അപ്പോൾ -1 റിമൈൻഡർ. ഓക്കെ, അപ്പോൾ 3/5 എന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയാണ്? 5 ആകാനായിട്ട് എത്ര വേണം? 2 വേണം. അതായത് 2ന്റെ കുറവുണ്ട്. അപ്പോൾ റിമൈൻഡർ എന്ന് പറയുന്നത് -2.
അപ്പോൾ ഇവിടെ 4 എങ്ങനെ എഴുതാം? -1^22 എന്ന് എഴുതാം. ഇത് നോക്കി, -1/22 നെഗറ്റീവ് നമ്പറിൻ്റെ പവറിൽ ഈവൻ നമ്പർ വന്നാൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഇനി ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി, 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റിമൈൻഡർ എത്രയാണ്? 1 ആണ്. ഓക്കെ, നമ്മൾ പറയുമ്പോൾ കുറച്ച് ലെങ്തി പ്രോസസ്സായിട്ട് തോന്നും. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ആദ്യം ചെയ്യേണ്ടത് മുകളിൽ തന്നിരിക്കുന്ന സംഖ്യ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിന് തൊട്ടടുത്തൊരു നമ്പറാക്കി മാറ്റുക. മാറ്റിയതിന് ശേഷം അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര എന്നുള്ളത് എഴുതുക. പവർ ഓഡ് നമ്പർ ആണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാം. പവർ ഈവൻ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് ആക്കിയും എഴുതാം. ഓക്കെ അല്ലേ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2^32നെ 7 കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം എത്ര? അപ്പോൾ 2^32 ഡിവൈഡ് ചെയ്യേണ്ടത് 7 കൊണ്ട്. 7ൻ്റെ തൊട്ടടുത്തുള്ള ആരെങ്കിലും ആക്കി മാറ്റാൻ പറ്റുമോ? 7ൻ്റെ തൊട്ടടുത്ത് ആരൊക്കെയുണ്ട്? ഇപ്പോൾ 6 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്. എനിക്ക് എന്താക്കി മാറ്റാൻ പറ്റും? 2നെ 8ലോട്ട് മാറ്റാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ 2ൻ്റെ ക്യൂബാണ് എന്ത്? 8 എന്ന് പറയുന്നത് അല്ലേ? 2 ക്യൂബാണ് 8. അപ്പോൾ മേളിലുള്ള പവറിനെ 2^3 ഇൻറ്റു സംതിങ് എന്നുള്ള രൂപത്തിലേക്ക് എഴുതാനായിട്ട് എനിക്ക് പറ്റണം. മുകളിൽ 32നെ 3 ഇൻറ്റു എന്ന രൂപത്തിൽ എഴുതാനായിട്ട് എനിക്ക് പറ്റത്തില്ല ഇല്ലേ? അങ്ങനെയെങ്കിൽ 2^32നെ നമുക്ക് പിരിക്കാം. 2^30 ഇൻറ്റു 2^2 എന്ന് പിരിക്കാമല്ലോ അല്ലേ? a⁻m ഇൻറ്റു a⁻n a⁻m+n. സോ അതിന് 2^32 എന്ന് കിട്ടും. ഓക്കെ ആണോ? അതായത് ഇതിനെ 2^30 ഇൻറ്റു 2² ഡിവൈഡ് ബൈ 7. 2^30 ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. 2^30 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 2² ബൈ 7. 2^30 അതിനെ നമ്മൾ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ നമുക്ക് പിരിക്കാം. 2³ ബൈ 7 ഇൻറ്റു 2² 4/7. ഓക്കെ, 2³ എത്രയാണ്? 8. അപ്പോൾ 8^10/7 ഇൻറ്റു 4/7. ഇവിടെ 8^10 8നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര കിട്ടും? 1 കിട്ടും. സോ അത് 1/10/7 ഇൻറ്റു 4/7. ഇനി ഇവിടെ 1ന് എത്ര പവർ ഈവൻ ആണ്. അപ്പോൾ 1/10 എന്ന് പറയുന്നത് എന്ത് തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. സോ ആദ്യത്തെ റിമൈൻഡർ 1 ഇൻറ്റു രണ്ടാമത്തെ റിമൈൻഡർ 4നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 4 കംപ്ലീറ്റ് ആയിട്ട് 7-നകത്തില്ല, 3ൻ്റെ കുറവുണ്ട് അല്ലേ? അപ്പോൾ അവിടെ -3 ആണ് റിമൈൻഡർ. സോ ആദ്യത്തെ കേസിലെ റിമൈൻഡർ ഞാൻ എഴുതി, രണ്ടാമത്തെ കേസിലെ റിമൈൻഡർ ഞാൻ എഴുതി. ഇടയിലുള്ള ചിഹ്നം എന്തായിരുന്നു? ഇൻറ്റു ആയിരുന്നു. സോ 1 × -3 എന്ന് പറയുന്നത് -3 ആണ്. ഇവിടെ നോക്കിയേ, നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടിയത് -3. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ നെഗറ്റീവ് ആവാറുണ്ടോ? ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ടൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ 46 എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ എടുത്തു, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. അങ്ങനെയെങ്കിൽ 6 7 42 റിമൈൻഡർ എത്ര കിട്ടും? 4 എന്ന് കിട്ടില്ലേ? അല്ലാതെ ഒരിക്കലും എന്ത് കിട്ടത്തില്ല? നെഗറ്റീവ് നമ്പർ കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ ഈ നെഗറ്റീവ് നമ്പറിനെ എന്താക്കി മാറ്റണം? എനിക്ക് പോസിറ്റീവ് ആക്കി മാറ്റണം. ഈ -3 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 7ൻ്റെ മൾട്ടിപ്പിൾ ആകാനായിട്ട് ഒരു 3ൻ്റെ കുറവുണ്ടെന്നല്ലേ? അതായത് അത് 7ൻ്റെ മൾട്ടിപ്പിളിലേക്ക് മാറാനായിട്ട് എത്ര കൂടി കൂട്ടിയാൽ മതി? 4 കൂടി കൂട്ടിയാൽ മതി അല്ലേ? ഇവിടെ ഇപ്പോൾ ഈ ചോദ്യം തന്നെ നമുക്ക് നോക്കാം. ഇവിടെ 46നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടി? റിമൈൻഡർ 4 എന്ന് കിട്ടി. അതായത് 46നോട് ഒരു 3 കൂട്ടിയാൽ എനിക്ക് എന്ത് കിട്ടും? അതായത് 7ൻ്റെയും 4ൻ്റെയും വ്യത്യാസമായ 3 കൂട്ടിയാൽ എനിക്ക് 46 7ൻ്റെ മൾട്ടിപ്പിളായിട്ട് മാറും. അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പർ വന്നാലും അത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. 7 3 എന്ന് പറയുന്ന നമ്പറായിട്ട് എടുക്കുക. 7 ആകാനായിട്ട് ഒരു 3ൻ്റെ കുറവുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ തികയാനായിട്ട് എത്ര വേണം? ഒരു 4 കൂടി വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ കേസിൽ റിമൈൻഡർ എത്രയായിരിക്കും? 4 എന്ന് പറയുന്ന നമ്പറായിരിക്കും. ഇനി പെട്ടെന്ന് ഇത്രയൊന്നും ചിന്തിക്കണമെന്നില്ല, ജസ്റ്റ് നോക്കിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ സിമ്പിളായിട്ട് ഇത്രയും ചെയ്യുക. ആ ചിഹ്നം മാറ്റിയിട്ട് ആ നമ്പർ നോക്കുക. 3 7 ആകാനായിട്ട് എത്ര വേണം? 4 വേണം. തീർന്നു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഇതെങ്ങനെ കിട്ടിയെന്നുള്ള ലോജിക്കൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്രയും നോക്കുക. നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവിനെ മാറ്റി നിർത്തിയിട്ട് ആ നമ്പർ ഏതാണെന്ന് നോക്കുക. എന്നിട്ട് 7 ആകാനായിട്ട് ഇനി എത്ര വേണം? 4. സോ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 2^33 9 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? ഇവിടെയും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം? 2നെ ആദ്യം 9-നടുത്തുള്ള ഏതെങ്കിലും ഒരു സംഖ്യയാക്കി മാറ്റണം. 9-നടുത്തുള്ള സംഖ്യ എന്ന് പറയുമ്പോൾ 9-നടുത്ത് 8 ഉണ്ട് 10 ഉണ്ട്. 2നെ എനിക്ക് എന്താക്കി മാറ്റാം? 8 ആക്കി മാറ്റാം ഇല്ലേ? 2ൻ്റെ ക്യൂബ് എടുത്താൽ മതി. അപ്പോൾ നോക്കേണ്ടത് 33 എന്ത് ചെയ്യണം? 3 ഇൻറ്റു സംതിങ് എന്ന് പറഞ്ഞ് പിരിച്ചെഴുതാൻ പറ്റുമോ? പറ്റും. അപ്പോൾ അവിടെ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആയിട്ട് 2^3 ബാക്കി എത്ര വരും?
11 വരും ഡിവൈഡ് ബൈ 9. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ 2 ക്യൂബ് എത്രയാണെന്ന് കിട്ടും? 8. 8 × 11/9. 8 × 11. 8നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയാണ്? -1. -1/11/9. അപ്പോൾ നമുക്കിവിടെ റിമൈൻഡർ എത്രയാണെന്ന് എഴുതാം? -1 എന്ന് എഴുതാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിമൈൻഡർ ഒരിക്കലും എന്താകത്തില്ല? നെഗറ്റീവ് ആകത്തില്ല. അപ്പോൾ ഇനി 9 ആകാൻ എത്ര വേണം? 8 കൂടിയല്ലേ വേണം. മൈനസ് വരുമ്പോൾ ആ മൈനസ് മാറ്റി നിർത്തിയിട്ട് 1 എന്ന് പറയുന്ന നമ്പർ എടുത്തു. 1 9 ആകാനായിട്ട് ഇനി എത്ര വേണം? 8 വേണം. സോ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8. ഓക്കെ ആണോ? പോസിറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കാനല്ല, ഡയറക്റ്റ് ആയിട്ട് ആ നമ്പറിനെ എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് വെറുതെ വെറും 3 എന്നാണ് കിട്ടിയിരുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? റിമൈൻഡർ 3 തീരുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ എന്ത് ചെയ്യുക? താഴെ കിടക്കുന്ന നമ്പർ ആകാനായിട്ട് എത്ര വേണം എന്നുകൂടി ഒന്ന് നോക്കുക. ഓക്കെ, നമുക്കിതിൽ അവസാനത്തെ ഒരു ചോദ്യം കൂടി നോക്കി നോക്കാം. 231 5 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? അപ്പോൾ 5ൻ്റെ തൊട്ടടുത്ത് ആരുണ്ട്? 5ന് ഇപ്പുറത്ത് 4 ഉണ്ട്, 6 ഉണ്ട്. സോ 6 മാറ്റണ്ട, എനിക്ക് 4 മാറ്റാം. 2/2 2ൻ്റെ സ്ക്വയർ 31 എന്ന് പറയുന്ന സംഖ്യ ഈവൻ അല്ല. സോ 2/31 എനിക്ക് 2/30 × 2 എന്ന് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ ഇല്ലേ? × 2/1. 2/1 എന്ന് പറയുമ്പോൾ 2 തന്നെ. ഇപ്പോൾ ബേസ് സെയിം ആയതുകൊണ്ട് പവർ തമ്മിൽ ആഡ് ചെയ്യാം. 2/31 എന്ന് കിട്ടും. ഇതിനെ മൊത്തത്തിൽ ഞാൻ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഓരോരുത്തരുടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം 2/30 ഡിവൈഡ് ബൈ 5 × 2/1/5. ഓക്കെ, 2/30 അതിനെ എനിക്കകത്ത് പിരിക്കാമല്ലോ. 2² ഡിവൈഡ് ബൈ 5 × 2/5. 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ 4/15/5 × 2/5. ഇനി നമുക്ക് റിമൈൻഡർ നോക്കാം. 5 4 ആണ്. 4നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സോ അവിടെ റിമൈൻഡർ -1, കാരണം കംപ്ലീറ്റ് ആയിട്ടില്ല. 4 5 ആകാനായിട്ട് 1 കൂടി വേണം. 1ൻ്റെ കുറവാണുള്ളത്. സോ -1 ഇൻറ്റു ഇവിടെ റിമൈൻഡർ എത്ര തന്നെ വരും? 2 തന്നെ വരും. സോ -1 × 2 സർ -2. റിമൈൻഡർ ഒരിക്കലും എന്താകത്തില്ല? നെഗറ്റീവ് ആകത്തില്ല. അപ്പോൾ മൈനസ് എന്ന് പറയുന്ന ചിഹ്നം ഞാൻ മാറ്റി വെച്ചു. 2 എന്ന് പറയുന്ന നമ്പർ എടുത്തു. ഡിവൈഡ് ചെയ്യേണ്ടത് 5 കൊണ്ട്. അപ്പോൾ 2 5 ആകാനായിട്ട് ഇനി എത്ര വേണം? 3 വേണം. സോ റിമൈൻഡർ എന്ന് പറയുന്നത് 3. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത ടൈപ്പ് ചോദ്യങ്ങളിലേക്ക് പോവാം. 61/493 എന്ന സംഖ്യയുടെ അവസാന 2 അക്കം കണ്ടെത്തുക. അവസാനത്തെ ഒരക്കം എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിൻ്റെ പല ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് ഇല്ലേ? അതിൽ പ്ലസ് വരുമ്പോൾ, മൾട്ടിപ്ലൈ വരുമ്പോൾ, പവർ രൂപത്തിൽ വരുമ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തതാണ്. ഇവിടെ പക്ഷേ ചോദ്യം നോക്കിയേ, അവസാനത്തെ 2 അക്കം കണ്ടുപിടിക്കാനാണ്. 2 അക്കം. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? ആ യൂണിറ്റ് ഡിജിറ്റ് എടുത്തതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ 2 അക്കം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് എല്ലാ നമ്പറുകളും അങ്ങനെ തരത്തില്ല. ചില പ്രത്യേക നമ്പറുകളെ തരത്തുള്ളൂ. 5-ൽ അവസാനിക്കുന്നത്, 1-ൽ അവസാനിക്കുന്നത്, 7-ൽ അവസാനിക്കുന്നത്, ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ പൊതുവെ എന്ത് തരാറുള്ളൂ? അവസാനത്തെ 2 അക്കം കണ്ടുപിടിക്കാൻ പറഞ്ഞ് തരാറുള്ളൂ. അപ്പോൾ നമുക്ക് അവസാനം 1-ലാണ് തീരുന്നതെങ്കിൽ അവസാനത്തെ 2 അക്കം കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നോക്കിയേ, 61 1-ലല്ലേ അവസാനിച്ചത്? 61/493. ഇതാണ് എൻ്റെ ചോദ്യം. അവസാനം 1 കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ് ആയത് എന്ത് തന്നെ വരും? 1 തന്നെ വരും. 1 യൂണിറ്റ് ഡിജിറ്റ്. ഇനി എനിക്ക് 10th പ്ലേസിലെ ഡിജിറ്റും കൂടെ വേണം. 10th പ്ലേസിലെ ആളിനെയും കൂടെ വേണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഉള്ള 10th പ്ലേസിലെ ആളിനെയും ഇവിടെ ഉള്ള യൂണിറ്റ് പ്ലേസിലെ ആളിനെയും നമ്മൾ മൾട്ടിപ്ലൈ, അതായത് 6 × 3 ചെയ്യുക. 6 × 3 18. അതിൽ അവസാനം ആരാണ് വന്നത്? 8. സോ ആൻസർ 81. ഈ 81 എന്ന് പറഞ്ഞാൽ 18 തിരിച്ചെഴുതിയതല്ല, 8 എടുത്ത് എഴുതി, ഇവിടുത്തെ 1 എഴുതി, 81. അപ്പോൾ അവസാന 2 അക്കം എന്ന് പറയുന്നത് എന്തായിരിക്കും? 81 ആയിരിക്കും. ഓക്കെ, 1-ൽ അവസാന സംഖ്യകൾ വരുമ്പോൾ ഇപ്പോൾ ഇതാ 31/65 എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നാൽ എന്ത് ചെയ്യും? അവസാന യൂണിറ്റ് ഡിജിറ്റായിട്ട് എന്ത് എഴുതും? 1 എഴുതും. ഇനി 3 × 5 എത്ര കിട്ടും? 15 കിട്ടും. അതിൽ 5 എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ 1-ൽ അവസാനിക്കുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട്, അവസാനത്തെ 2 ഡിജിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഇനി അടുത്തൊരു പാറ്റേൺ 25/627. ഇവിടെ 25ൻ്റെ പവറിൽ ഏതൊരു സംഖ്യ വന്നു കഴിഞ്ഞാലും അവസാനത്തെ 2 അക്കങ്ങൾ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 25 തന്നെയായിരിക്കും. സോ അതിൻ്റെ ഉത്തരവേ ഉള്ളൂ, അവിടെ ചെയ്യാനായിട്ടൊന്നുമില്ല. 25ൻ്റെ പവറിൽ ഏതൊരു നമ്പർ വന്നു കഴിഞ്ഞാലും യൂണിറ്റ് പ്ലേസും അതുപോലെ തന്നെ തൊട്ടുമുണ്ട്. യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അറിയാം, 5 തന്നെയാണ് എപ്പോഴും.
അല്ലാതെ 2 ഡിജിറ്റ് കാണാൻ പറഞ്ഞാൽ എപ്പോഴും എത്ര തന്നെയാണ്? 25 തന്നെയാണ് എൻ്റെ ഉത്തരം. അത് ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് നോക്കാം. 25⁻1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 25. അടുത്ത് 25ൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴോ 625. അടുത്ത് 3025. ഇങ്ങനെ പറയുന്ന 25ൻ്റെ പവറുകളിലെല്ലാം തന്നെ അവസാനം വരുന്നത് എത്ര തന്നെയാണ്? 25 തന്നെയാണ്. ഓക്കെ. അടുത്ത ചോദ്യം 45⁻38 എന്ന സംഖ്യയുടെ അവസാന രണ്ടക്കം കണ്ടെത്തുക. 45⁻38 അവസാനം 5ലാണ് തീർന്നത്. സോ യൂണിറ്റ് ഡിജിറ്റ് 5 എന്ന് എനിക്കറിയാം. എനിക്ക് 10th പ്ലേസിലെ ഡിജിറ്റ് കൂടി വേണം. ഇവിടെ നോക്കിയേ, 4 എന്ന് പറയുന്ന ഈവൻ നമ്പർ അല്ലേ? അങ്ങനെയെങ്കിൽ എല്ലായ്പ്പോഴും ഇവിടെ എത്ര തന്നെ വരും? 2 തന്നെ വരും. അതായത് 25ൻ്റെ പവറുകൾ ഏത് വന്നാലും 45ൻ്റെ പവറുകൾ ഏത് വന്നാലും അവസാനത്തെ രണ്ടക്കങ്ങൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 25 ആയിരിക്കും. ഓക്കെ. ഇനി അപ്പോൾ അടുത്ത രണ്ടെണ്ണം നോക്കിയേ. ഇവിടെ ഫ്രണ്ടിൽ കിടക്കുന്ന ഓഡ് നമ്പറുകളാണ് 1ഉം അതുപോലെ തന്നെ 3. അപ്പോൾ ഓഡ് നമ്പർ വരുമ്പോൾ അവസാനം 5 ആയതുകൊണ്ട് ഇവിടെ എന്ത് വരും? 5 വരും. പവർ ഈവൻ ആണോ ഓഡാണോ എന്ന് നോക്കുക. ഓക്കെ. ഫ്രണ്ടിൽ ഓഡ് നമ്പർ വന്നിട്ട് 15, 35, 55 അങ്ങനെയുള്ള നമ്പേഴ്സ് വരുമ്പോൾ പവർ ഈവൻ ആണോ പവർ ഓഡാണോ എന്ന് നോക്കുക. പവർ ഈവൻ ആണെങ്കിൽ 25. ഇവിടുത്തെ ചോദ്യത്തിൽ 5 എഴുതാം, 1st പ്ലേസിൽ 5 എഴുതാം. പക്ഷേ പവർ ഓഡ് നമ്പർ ആയതുകൊണ്ട് 75. ഓക്കെ അല്ലേ? അപ്പോൾ ഈവൻ നമ്പർ വന്നിട്ട്, അതായത് ഈവൻ നമ്പർ 5 ആ പാറ്റേണിൽ വന്നിട്ട് പവർ ഏത് വന്നാലും ആൻസർ എന്തായിരിക്കും? 25 ആയിരിക്കും. ഇനി ഓഡ് നമ്പർ 5 ആ പാറ്റേണിൽ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് പവർ നോക്കുക. പവർ ഈവൻ ആണെങ്കിൽ 25, ഓഡാണെങ്കിൽ 75. ഓക്കെ. നമ്മൾ അടുത്ത ചോദ്യം കൂടെ നോക്കി നോക്കാം. 7�47 എന്ന സംഖ്യയുടെ അവസാന രണ്ടക്കം കണ്ടെത്തുക. ഇതിൽ നമ്മളൊരു പാറ്റേൺ പഠിച്ചു വയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഈ ചോദ്യം നമുക്ക് ആദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ആദ്യം ചെയ്യാം. 7⁻45 എന്ന സംഖ്യയുടെ അവസാന രണ്ടക്കം കണ്ടെത്തുക. ഇത് കഴിഞ്ഞ 2018 സെക്രട്ടറി അസിസ്റ്റന്റ് ചോദിച്ചൊരു ചോദ്യമാണ്. 7⁻45. അപ്പോൾ നമുക്ക് 7 വരുമ്പോൾ, അതായത് 7 വന്നിട്ട് പവറിൽ ആൾക്കാർ തരുമ്പോൾ ഒരു പാറ്റേൺ പഠിക്കേണ്ടതായിട്ടുണ്ട്. 07 49 43 01 ഇതാണ് ആ പാറ്റേൺ. അതായത് 7ൻ്റെ പവറുകൾ ഏതെടുത്താലും ഈ പാറ്റേൺ അവസാനത്തെ രണ്ടക്കമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വെറുതെ എഴുതി കഴിഞ്ഞാൽ 7, അതിനെ 07 എഴുതാം. 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49. അടുത്ത് വേണമെങ്കിൽ 343. അപ്പോൾ അവിടെ 43 വന്നു. അങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ അവസാനത്തെ ഈ 4 ഡിജിറ്റ് 4 എണ്ണം വീതമുള്ള സെറ്റായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ പാറ്റേൺ എന്ത് ചെയ്യുക? ഒന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക. 07 49 43 01. ഓക്കെ. ഇനി യൂണിറ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്ന സെയിം മെത്തേഡ്. പവർ എടുക്കുക. പവർ എത്രയാണ്? 45. ഈ 45നെ 4 എണ്ണമുള്ള പാറ്റേൺ ആയിട്ടല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത്? അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എത്രയാണെന്ന് കിട്ടും? 44 വരെ കംപ്ലീറ്റ് ആയിട്ട് പോകും. റിമൈൻഡർ 1 കിട്ടും. സോ 44 എണ്ണം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ട് വീണ്ടും ഒന്നാമത്തെ ആള് 07. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 07 ആണ്. ഓക്കെ. അങ്ങനെ നമുക്ക് മുകളിൽ ചോദ്യം നോക്കി നോക്കാം. 7⁻47 എന്ന സംഖ്യയുടെ അവസാന രണ്ടക്കം കണ്ടെത്തുക. 7ൻ്റെ പവർ ആയതുകൊണ്ട് പാറ്റേൺ എങ്ങനെയാണ്? 07 49 43 01. ഈ 4 ഡിജിറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നോക്കേണ്ടത് പവറായ 47നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 44 കിട്ടും. 44 വരെ കംപ്ലീറ്റ് ആയിട്ട് പോകും ഇല്ലേ? ബാക്കി 45 46 47 3 എന്ന് പറയുന്നത് എന്താണ്? റിമൈൻഡർ ആണ്. അപ്പോൾ 44 വരെ കംപ്ലീറ്റ് ആയിട്ട് പോയി. 45 46 47 മൂന്നാമത്തെ ആൾ. അപ്പോൾ അവസാനത്തെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് 43 ആയിരിക്കും. ഓക്കെ അല്ലേ? നമ്മുടെ അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 7⁻95 - 3⁻58 എന്ന സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടെത്തുക. ഇവിടെ വെറുതെ ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടെത്താൻ അറിയാം. ഇപ്പോൾ പ്ലസ് ചെയ്യാനുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കും മൈനസ് ചെയ്യാനുള്ളതും പ്ലസ് ചെയ്യാനുള്ളതും വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ശരിയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ചില നമ്പറുകൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ചെയ്യാം. 7⁻95 - 3⁻58. 7ൻ്റെ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത്? 7 7 × 7 49, 9 × 7 63, 3 × 7 21 ഇല്ലേ? അപ്പോൾ 7 9 3 1 വീണ്ടും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 തന്നെ വരും. ഇതിങ്ങനെ റിപ്പീറ്റ് ആയി പോയിക്കൊണ്ടേയിരിക്കും. അതുപോലെ 3ൻ്റെ ആണെങ്കിലോ 3 3ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 9
9 × 3 ചെയ്യുമ്പോൾ 27, 7 × 3 ചെയ്താൽ 21. സോ 3, 9, 7, 1 എന്ന് അയാളും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വീണ്ടും 3 കൊണ്ട് മൾട്ടിപ്ലൈ 3, 9, 7, 1 വൺസ് ഡിജിറ്റ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും 7 എന്ന് പറയുന്ന നമ്പറിൻ്റെയും 3 എന്ന് പറയുന്ന നമ്പറിൻ്റെയും പാറ്റേൺ എന്താണെന്ന് നോക്കി. ഇനി നോക്കാനുള്ളത് 7 4 പേരുള്ള സെറ്റല്ലേ റിപ്പീറ്റ് ആവുന്നത്. അപ്പോൾ 95നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുക. 92 വരെ കംപ്ലീറ്റ് ആയിട്ട് പോകും. ബാക്കി റിമൈൻഡർ എത്രയുണ്ട്? 3 ഉണ്ട്. അപ്പോൾ മൂന്നാമത്തെ ആൾ ഓക്കെ 3. അതാണ് ഇവിടുത്തെ വൺസ് പ്ലേസ് എന്ന് പറയുന്ന 3. ഇനി ഇവിടെയും അതുപോലെ നോക്കുക. 58നെ 4 എന്നുള്ള പാറ്റേൺ അല്ലേ. സോ 58നെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുക. 56 വരെ കംപ്ലീറ്റ് ആയിട്ട് പോകും. സോ റിമൈൻഡർ 2. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ ആൾ 9. ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഉള്ള കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ 3 - 9 ചെയ്യുക, 3 - 9 ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എൻ്റെ ഉത്തരം. നമുക്കിവിടെ സംഖ്യ 9 - 3 എന്നായിരുന്നെങ്കിൽ ഡയറക്റ്റായിട്ട് 6 എന്ന് എഴുതി ഉത്തരം അവിടെ അവസാനിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ 3 - 9 എന്താണ്? നെഗറ്റീവാണ് വരുന്നത്. നമുക്കറിയാം നമ്പർ എന്ത് യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരത്തില്ല? നെഗറ്റീവ് വരത്തില്ല, ഒരു പോസിറ്റീവ് നമ്പറേ വരത്തുള്ളൂ. ഇപ്പോൾ ഞാൻ 33-ൽ നിന്ന് 9 കുറയ്ക്കാനായിട്ട് പറഞ്ഞു. 3-ൽ നിന്ന് 9 കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള സംഖ്യയിൽ നിന്ന് 1 കടമെടുക്കും ഇല്ലേ, എന്നിട്ട് 13 ആക്കി 13-ൽ നിന്ന് 9 കുറയ്ക്കും അല്ലേ. അത് തന്നെയാണ് നമ്മളിവിടെയും ചെയ്യേണ്ടത്. നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രമാണ് ഈ 3 എന്ന് എഴുതിയത്. ഈ 3-ന് മുന്നിലോട്ട് ഏതൊക്കെയോ സംഖ്യകളുണ്ട്. അതിൽ നിന്ന് ഒരു 1 കടമെടുക്കുക. കടമെടുത്ത് അതിനെ 13 ആക്കുക. 13-ൽ നിന്ന് 9 കുറച്ചാൽ മതി. എത്രയെന്ന് കിട്ടും? 4 എന്ന് കിട്ടും. അപ്പോൾ ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ കുറയ്ക്കുമ്പോൾ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്ന സംഖ്യ ഏതാണ്? 4. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. 124 × 36. 124 × 36 മൈനസ് 13 × 70. ഈ സംഖ്യയിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടെത്തുക. ഇവിടെ അവസാനം 4 വന്നിരിക്കുന്നു. 4ൻ്റെ പാറ്റേൺ എങ്ങനെയാണ്? 4, 4ൻ്റെ സ്ക്വയർ 16, വീണ്ടും 6 × 4, 6 4 24, വീണ്ടും 36, അങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇല്ലേ. അപ്പോൾ 4 6 4 6 4 6 എന്ന് പറഞ്ഞുകൊണ്ട് ആ നമ്പർ ഇങ്ങനെ സെറ്റ് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ 36 എന്ന് പറയുന്ന സംഖ്യയെ 2 അല്ലേ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 36നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ എടുക്കുക 0. റിമൈൻഡർ 0 എന്ന് പറഞ്ഞാൽ മീനിങ് എത്രയാണ്? അവസാനം കിടക്കുന്നയാൾ. സോ 6. ഇവിടുത്തെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 6. അതുപോലെ 13 × 17. 3ൻ്റെ പാറ്റേൺ നോക്കാം. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 3 9 7 1 ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 17 4 വെച്ചുള്ള സെറ്റ്. സോ 17നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണെന്ന് കിട്ടും? 1 കിട്ടും. ഇതെല്ലാം റിമൈൻഡർ വെച്ചുള്ള പരിപാടികളാണ്. റിമൈൻഡർ 1 കിട്ടും. സോ ഒന്നാമത് കിടക്കുന്നയാൾ ആരാണ്? 3. അപ്പോൾ ഇവിടെ 3. അപ്പോൾ ഇവിടെ 6 ആണ്, ഇവിടെ 3 ആണ് യൂണിറ്റ് ഡിജിറ്റ്. സോ 6 - 3 എത്രയാണെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ കുറയ്ക്കുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്താക്കുക എത്രയാണ്? 3. നമുക്ക് ആ ടൈപ്പിൽ ഒരു ചോദ്യം കൂടി ചെയ്തിട്ട് നമുക്ക് അടുത്ത മോഡലിലേക്ക് പോവാം. 728 × 29 അവസാനം വന്നിരിക്കുന്ന സംഖ്യ എത്രയാണ്? 8 ആണ്. സോ 8ൻ്റെ പാറ്റേൺ നോക്കുക. 728 × 29 മൈനസ് 134 × 24. 8ൻ്റെ പാറ്റേൺ നോക്കുക. 1 8 8, 8 × 8 64, 4 × 8 32, 2 × 8 16, 6 × 8 48. ഈ പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി 29ന് 4 വെച്ചുള്ള സെറ്റല്ലേ. അപ്പോൾ 29നെ 4 കൊണ്ട് വായിക്കാം. 29നെ 4 കൊണ്ട് വായിക്കുമ്പോൾ റിമൈൻഡർ എത്രയാണെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. സോ ഇവിടെ ഒന്നാമത് കിടക്കുന്നയാൾ ആരാണ്? 8. 8 ആണ് ഇവിടുത്തെ സംഖ്യ. ഇനി അതുപോലെ 134 × 24. 4ൻ്റെ പവർ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു 4 6 4 6 എന്ന് പറഞ്ഞ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. പവർ എന്താണ്? 24 ആണ്. 24നെ ഇവിടെ 2 അല്ലേ ഉള്ളത്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്രയാണെന്ന് കിട്ടും? റിമൈൻഡർ 0. 0 വന്നാൽ അവസാനത്തെ ആൾ. സോ അവസാനത്തെ ആൾ ആരാണ്? 6. 8ൽ നിന്ന് 6 കുറച്ചാൽ എത്രയെന്ന് കിട്ടും? 2. അപ്പോൾ എൻ്റെ റിമൈൻഡർ ഇവിടെ 2. ഓക്കെ അല്ലേ? നമുക്കങ്ങനെയെങ്കിൽ അടുത്ത മോഡൽ നോക്കാം. ട്രെയിലിംഗ് സീറോസ്. ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുന്നത് ഒരു സംഖ്യ ആ നമ്പറാക്കി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ നമ്പറായിട്ടായിരിക്കില്ല തരുന്നത്, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തായിരിക്കും തരുന്നത്. ഇതിനെ നമ്പറാക്കി എഴുതുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നമ്പർ ആക്കുമ്പോൾ അവസാനം എത്ര 0 വരും?
അതാണ് ട്രെയിലിംഗ് സീറോസ് എന്ന് പറയുന്നത്. അവസാനം എത്ര പൂജ്യം വരും. അത് നമ്മൾ എല്ലാവരെയും ഗുണിച്ചൊന്നും നോക്കണ്ട, തന്നിക്കുന്ന കോമ്പിനേഷനകത്ത് എത്ര 2കളും 5കളും ഉണ്ടെന്ന് നോക്കുക. കാരണം 2 × 5 ആണ് എന്ത് വരുന്നത്, 10 വരുന്നത്. അതായത് ഒരു 2ഉം ഒരു 5ഉം ഉണ്ടെങ്കിൽ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു 0 കിട്ടും. ഓക്കെ, ഇപ്പോൾ 2² × 5² ഉണ്ടെങ്കിൽ അതായത് 2ൻ്റെ സ്ക്വയർ 4, 5ൻ്റെ സ്ക്വയർ 25, എത്രയെന്ന് കിട്ടും, 100 കിട്ടും ഇല്ലേ. അതായത് 2 2കളും 2 5കളും ഉണ്ടെങ്കിൽ എനിക്ക് 2 0 കിട്ടും അവസാനം. അപ്പോൾ 3 2കളും 3 5കളും ഉണ്ടെങ്കിൽ 3 0 കിട്ടും. എപ്പോഴും സെയിം ആയിട്ട് പറഞ്ഞു. ഇവിടെ 2⁻3 × 5ൻ്റെ സ്ക്വയർ ഇങ്ങനെ വന്നാലോ, 2 3 പ്രാവശ്യം ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് 3 0 കിട്ടണമെന്നില്ല. 2 പേരും ഒരുപോലെ വരണം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു 5² ഉണ്ട്. സോ ഇതിൽ നിന്ന് ഒരു 2² എടുക്കാം. 2² × 5² എടുക്കാം ഇല്ലേ. ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അപ്പോൾ 5 2 പ്രാവശ്യമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ 2ഉം 2 പ്രാവശ്യമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മൊത്തം 100. അവസാനം 2 പൂജ്യങ്ങളുള്ള ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും വരുന്നത്. ഇങ്ങോട്ട് എന്തെങ്കിലും കാണുമല്ലോ, വേറെ മൾട്ടിപ്ലൈഡ് കാണുമല്ലോ. അവസാനം 2 പൂജ്യങ്ങളായിരിക്കും കിട്ടുന്നത്. ഇങ്ങനെ നമ്മുടെ ചോദ്യം നോക്കിയേ. 6ന് എനിക്ക് 2 × 3 എന്ന് എഴുതാം. ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, തന്നിക്കുന്ന നമ്പറിനെ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. 15ന് എനിക്ക് എങ്ങനെ എഴുതാം, 3 × 5 എന്ന് എഴുതാം. 35ന് എങ്ങനെ എഴുതാം, 5 × 7 എന്ന് എഴുതാം. ഓക്കെ, ഇവരെല്ലാം കൂടെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ഇല്ലേ. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. എൻ്റെ കയ്യിൽ 5 2 ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ 2 എന്തേ ഉള്ളൂ, ഒരെണ്ണേ ഉള്ളൂ. സോ ഈ ഒരു 2ഉം ഈ ഒരു 5ഉം കൂടെ ചേർന്ന് എന്ത് കിട്ടും, ഒരു 10 കിട്ടും. പിന്നെ ഈ 5നോടൊപ്പം ചേരാനായിട്ട് വേറെ 2കളുണ്ടോ, ഇല്ല. സോ ഇത്രയേ ഉള്ളൂ. അവസാനം എത്ര സീറോസ് കാണും, ഒരു 0 കാണും. ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരൊറ്റ 0 കിട്ടും. അങ്ങനെ നമ്മുടെ അടുത്ത ചോദ്യം നോക്കാം. 30. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 30 എന്ന് പറയുന്ന ആ സംഖ്യയിൽ തന്നെ ഒരു 0 ഉണ്ട്. അപ്പോൾ അതിനെ മാറ്റി വയ്ക്കുക. ഒരു 0 ഉണ്ട്, അത് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ള ആൾക്കാരുടെ അകത്ത് എത്ര കോമ്പിനേഷൻ ഉണ്ടെന്ന് നോക്കിയാൽ മതി. അല്ലാതെ എല്ലാവരെയും സ്പ്ലിറ്റ് ചെയ്യാൻ നിൽക്കണ്ട. 30നെ എനിക്ക് 3 × 10 എന്ന് എഴുതാം. ആ 10ലൊരു 0 ഉണ്ട്, അത് ഞാൻ മാറ്റി വെച്ചു. ഇനി മിച്ചമുള്ള ആൾക്കാരെ നോക്കാം. 45 × 64 × 25. 45ന് 5 × 9. ആ 9നെ 3 × 3 എന്ന് എഴുതാം. 64ന് 2 × 32. ആ 32ന് 2 × 16. ആ 16ന് 2 × 8. ആ 8ന് 2 × 4. ആ 4ന് 2 × 2. ഓക്കെ, ഫാക്ടറൈസ് ചെയ്ത് എഴുതി. 25നാണെങ്കിലോ 5 × 5. നോക്കിയേ, 5 1 2 3 3 5കളുണ്ട്. അപ്പോൾ 3 2കളും ഉണ്ടാവണം. 1 2 3 3 2ഉം ഉണ്ട്. സോ ഇവിടെ നിന്ന് എനിക്ക് ഇത്രയും സംഖ്യക്കകത്ത് നിന്ന് എനിക്ക് എന്ത് കിട്ടും, 3 സീറോസ് കിട്ടും. നേരത്തെ ഞാൻ ഓൾറെഡി ഒരു 0 മാറ്റി വെച്ചിട്ടുണ്ട്. സോ അതും കൂടെ ചേർക്കുമ്പോൾ മൊത്തം 4 സീറോസ് കിട്ടും. അപ്പോൾ ട്രെയിലിംഗ് സീറോസ് അഥവാ അവസാനം എത്ര പൂജ്യങ്ങൾ കാണും, ഈ സംഖ്യയിൽ 4 പൂജ്യങ്ങൾ കാണും. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യത്തിൽ 28ന് എങ്ങനെ എഴുതാം, 2 × 14. ആ 14ന് 2 × 7. ഓക്കെ, 75നെയോ 5 × 15. ആ 15നെ വീണ്ടും 5 × 3. 35നാണെങ്കിലോ 5 × 7. 6നെ 2 × 3. ഓക്കെ, മൊത്തത്തിൽ എത്ര 5 ഉണ്ട്, 1 2 3 5കളുണ്ട്. സോ 3 2 ഉണ്ടെങ്കിൽ 3 0 ഉണ്ടെന്ന് പറയാം. 1 2 3 2 ഉണ്ട്. സോ 3 5 ഉണ്ട്, 3 2 ഉണ്ട്. അങ്ങനെയെങ്കിൽ എത്ര സീറോസ് ഉണ്ട്, 3 സീറോസ് ഉണ്ട്. ഓക്കെ, ഇനി രണ്ടാമത് വേറൊരു പാറ്റേണിലാണ് ചോദിച്ചിരിക്കുന്നത്. 30⁻5 എന്ന സംഖ്യയിലുള്ള പൂജ്യത്തിൻ്റെ എണ്ണം കണ്ടെത്തുക. അപ്പോൾ ചെയ്യേണ്ടത് തന്നയ്ക്കുന്ന സംഖ്യയിലെ പൂജ്യത്തിൻ്റെ എണ്ണം എടുക്കുക, അതിനെ പവർ കൊണ്ട് ഗുണിക്കുക. ഇവിടെ തന്നേക്കുന്ന സംഖ്യയിൽ എത്ര പൂജ്യമുണ്ട്, ഒരു പൂജ്യമേ ഉള്ളൂ. പവർ എത്രയാണ്, 5. സോ 1 × 5 ഉത്തരം 5. അതായത് ഈ സംഖ്യ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൽ എത്ര സീറോസ് കാണും, 5 സീറോസ് കാണും. അതിൽ കൂടുതൽ വരത്തില്ല. ഓക്കെ, അടുത്ത ചോദ്യം 60⁻28 എന്ന സംഖ്യയിലുള്ള പൂജ്യത്തിൻ്റെ എണ്ണം കണ്ടെത്തുക. തന്നിക്കുന്ന സംഖ്യയിൽ എത്ര പൂജ്യമുണ്ട്, ഒരു പൂജ്യം. ഒരു പൂജ്യം. പവർ എത്രയാണ്, 28. സോ 1 × 28 = 28 സീറോസും ഉണ്ടായിരിക്കും. അടുത്ത ചോദ്യത്തിലാണെങ്കിലോ 4116 തന്നിക്കുന്ന ചോദ്യത്തിൽ എത്ര സീറോസ് ഉണ്ട്, 2 സീറോസ് ഉണ്ട്. ഇൻറ്റു പവർ എത്രയാണ്, 16. സോ 2 × 16 32.
അപ്പോൾ ഈ സംഖ്യ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൽ 32 സീറോസ് ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ 3 സീറോ ഉള്ളതെങ്കിൽ 3 × 16 ചെയ്യുക, 48 സീറോസ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് അടുത്തതിന് ഡിവിസിബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങളോട് നോക്കാം. എ നമ്പർ 2y09x ഈസ് ഡിവിസിബിൾ ബൈ 6 ഫോർ ദി ഹയസ്റ്റ് വാല്യൂ ഓഫ് എക്സ്. അതായത് ഇവിടെ ഏതോ ഒരു സംഖ്യയാണിത്, ഒരു 5 അക്ക സംഖ്യ, ഏതോ ഒരു 5 അക്ക സംഖ്യയാണ് പറഞ്ഞേക്കുന്നത്. ഈ എക്സ് എന്ന് പറയുന്ന ഡിജിറ്റും എനിക്ക് അറിയത്തില്ല, വൈ എന്ന് പറയുന്ന ഡിജിറ്റും എനിക്ക് അറിയത്തില്ല, അത് രണ്ടും ഞാൻ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു. എങ്ങനെയാണ്? 2 കൊണ്ടും വായിക്കാൻ പറ്റണം, 3 കൊണ്ടും വായിക്കാൻ പറ്റണം, ഇല്ലേ? 2 കൊണ്ട് വായിക്കാൻ പറ്റുമെന്ന് എങ്ങനെ അറിയും? അവസാനത്തെ ഡിജിറ്റ് ഈവൻ ആണോ നോക്കാം. 3 കൊണ്ട് വായിക്കാൻ പറ്റുമെന്ന് എങ്ങനെ അറിയും? അക്കങ്ങളെ തമ്മിൽ കൂട്ടുമ്പോൾ 3, 6, 9 കിട്ടുക. ഓക്കെ, ഇനി കണ്ടീഷൻ കൂടെ ഉണ്ട്. ഫോർ ദ ഹയസ്റ്റ് വാല്യൂ ഓഫ് എക്സ്, എക്സിന് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ വാല്യൂ വേണം കൊടുക്കാൻ. ഇപ്പോൾ ഇവിടെ ഈ സംഖ്യയിൽ 2-0-9-, ഞാൻ എക്സും വൈക്കും വരെ 2 ഡാഷ് ആണ് ഇട്ടത്. ഈ സംഖ്യയെ 6 കൊണ്ട് വായിക്കണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു 2 കൊണ്ടും വായിക്കണം, 3 കൊണ്ടും വായിക്കണമെന്ന് പറഞ്ഞു. 2 കൊണ്ട് വായിക്കണമെങ്കിൽ അവസാനത്തെ ഡിജിറ്റ് എന്തായിരിക്കണം? ഈവൻ ആയിരിക്കണം. അപ്പോൾ അവസാനം 0, 2, 4, 6, 8 ഈ പറയുന്ന 5 പേരിൽ ആര് വേണോ വരാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഹയസ്റ്റ് വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ? 8 കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെ 8 എഴുതി. ഇനി അക്കങ്ങളെ തമ്മിൽ കൂട്ടുമ്പോൾ 3, 6, 9 വരണം. നമുക്ക് നോക്കാം. 8, 2, 10, 9, 19. ഇവിടെ ഇപ്പോൾ 19, 1, 9 കൂട്ടുമ്പോൾ എത്രയെന്ന് കിട്ടും? 10 കിട്ടും. അതായത് വീണ്ടും ഡിജിറ്റ് കൂട്ടുമ്പോൾ 1. എനിക്ക് എത്ര വരണം? 3 വരണം. അപ്പോൾ 3 വരണമെങ്കിൽ എൻ്റെ കയ്യിൽ 1 ഉണ്ട് ഇപ്പോൾ ഓൾറെഡി സമ്മ്. 3 വരണമെങ്കിൽ എത്ര കൂടി വേണം? 2 കൂടി വേണം, അല്ലേ? അപ്പോൾ ഇവിടെ 2. സോ 8ഉം 2ഉം 10, 19, 20, 21. ഇപ്പോൾ ഡിജിറ്റുകളെ കൂട്ടുമ്പോൾ 21 കിട്ടും. 2 1 കൂട്ടിയാൽ 3. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു ഡൗട്ട് വരാം, ഇവിടെ 2 മാത്രമല്ലല്ലോ, കൂട്ടുമ്പോൾ 6 കിട്ടുന്ന രീതിയിലൊരു ഡിജിറ്റ് കൂടി കൊടുക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ഡിജിറ്റ് മാക്സിമം എന്ന് പറയുമ്പോൾ മറ്റേ ഡിജിറ്റ് എപ്പോഴും എന്തായിരിക്കും? മിനിമം ആയിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഇപ്പോൾ 9ൻ്റെ ടേബിളൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ വേറെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകത്തില്ല. ഒറ്റ ഡിജിറ്റ് അവിടെ പോസിബിൾ ആയിട്ട് വരത്തുള്ളൂ. അല്ല ഈ 6ൻ്റെ ഒക്കെ വരുമ്പോൾ ഒരാൾ ഹയസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ എന്തായിരിക്കും എടുക്കുന്നത്? ലോവസ്റ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഇല്ല എങ്കിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൂടി ആഡ് ചെയ്ത് പറഞ്ഞേക്കും. എൻ്റെ ചോദ്യം ഇതല്ല എക്സ് പ്ലസ് വൈ എത്ര എന്നാണ്. എക്സിൻ്റെ വാല്യൂ 8ഉം വൈയുടെ വാല്യൂ 2ഉം. സോ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? 10. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. 2x 3 4y, വീണ്ടും ഒരു 5 അക്ക സംഖ്യ. 2 3 4 ഈ സംഖ്യയിൽ വൈക്ക് ഏറ്റവും ഉയർന്ന സംഖ്യയും എക്സിന് ഏറ്റവും കുറഞ്ഞ സംഖ്യയും കൊടുക്കുമ്പോൾ ഇതിനെ 6 കൊണ്ട് ഹരിക്കാമെങ്കിൽ എക്സ് പ്ലസ് 2yയുടെ വില എത്ര? അപ്പോൾ വൈക്ക് ഏറ്റവും ഉയർന്ന സംഖ്യ കൊടുക്കണം. വൈ എന്ന് പറയുന്ന അവസാനം എഴുതിയ ആളാണ്, ഇല്ലേ? അപ്പോൾ 6 കൊണ്ട് ഹരിക്കണമെന്നല്ലേ ചോദ്യത്തിൽ വീണ്ടും പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 കൊണ്ടും വായിക്കാൻ പറ്റണം, 3 കൊണ്ടും വായിക്കാൻ പറ്റണം. ഇനി ഇവിടെ 2 കൊണ്ട് വായിക്കാൻ പറ്റണമെങ്കിൽ അവസാനം ആരായിരിക്കണം? ഈവൻ ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്രയും പോസിബിലിറ്റി ഉണ്ട്. അതിൽ വൈക്ക് ഏറ്റവും ഉയർന്ന സംഖ്യ എന്ന് പറയുമ്പോൾ ആര് തന്നെ കൊടുക്കണം? 8 തന്നെ കൊടുക്കണം. ഇനി എക്സിന് ഏറ്റവും കുറഞ്ഞ സംഖ്യ കൊടുക്കണം. പക്ഷേ ഇത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയും വേണം. ഇപ്പോൾ ഓൾറെഡി 2 കൊണ്ട് ഡിവിസിബിലിറ്റി എന്നുള്ള കണ്ടീഷൻ ഓക്കെ ആയി. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. സോ അക്കങ്ങളെ കൂട്ടി നോക്കാം. 8ഉം 2ഉം 10, 10ഉം 4ഉം 14, 3ഉം 17. സോ ഡിജിറ്റുകളെ കൂട്ടുമ്പോൾ 17 എന്ന് കിട്ടി. 7 1 കൂട്ടുമ്പോൾ 8. എനിക്ക് 3, 6, 9 വേണം. 8നെ എനിക്ക് 9 ആക്കാനായിട്ട് 1ൻ്റെ കൂടി ആവശ്യമുള്ളൂ. അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ 1. എൻ്റെ ചോദ്യം എക്സ് പ്ലസ് 2yയുടെ വില എത്ര? എക്സിൻ്റെ വാല്യൂ 1 പ്ലസ് 2 ഇൻറ്റു വൈയുടെ വാല്യൂ 8. സോ 2 × 8 16, 1ഉം 17. ഓക്കെ, 17 ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം, ഒരു 6 അക്ക സംഖ്യയാണ് തന്നിരിക്കുന്നത്. 5 3 x 3 7 y എന്ന സംഖ്യയിൽ വൈക്ക് 0 അല്ലാത്ത ഏറ്റവും ചെറിയ മൂല്യം നൽകുമ്പോൾ 6 കൊണ്ട് ഹരിക്കാമെങ്കിൽ, 6ൻ്റെ ക്വസ്റ്റ്യനാണ് ഇങ്ങനത്തെ രീതിയിൽ കൂടുതലായിട്ടും ചോദിച്ചു കാണുന്നത്. അപ്പോൾ 6 കൊണ്ട് ഹരിക്കാമെങ്കിൽ എന്ന് പറയുമ്പോൾ 2 കൊണ്ടും 3 കൊണ്ട് സാധിക്കണം. അവസാന നമ്പർ ഈവൻ ആയിരിക്കണം. വൈക്ക് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കൊടുക്കാമായിരുന്നു? വൈക്ക് ഏതൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 0 2 4 6 8 ഈ 5 പോസിബിലിറ്റി ഉണ്ട്. വൈക്ക് ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് 0 കൊടുക്കാമായിരുന്നു. പക്ഷേ 0 അല്ലാത്ത ഏറ്റവും ചെറിയ മൂല്യം, അപ്പോൾ 0 അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ആരാണ്? 2. ഇനി 6 കൊണ്ട് ഹരിക്കാൻ സാധിക്കണം. സോ ഡിജിറ്റുകളെ കൂട്ടുക.
5 3 8, 8 2 10, 10 20 അക്കങ്ങളെ കൂട്ടുമ്പോൾ 20 എന്ന് കിട്ടി. 2 1 കൂട്ടിയാൽ എത്ര കിട്ടും? സോറി 2 0 കൂട്ടുമ്പോൾ 2. എനിക്ക് എത്ര വരണം? 3 വരണം ഇല്ലേ? വൈക്ക് ഏറ്റവും വലിയ വാല്യൂ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, സോറി എക്സിന് ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. അപ്പോൾ 2 ഉണ്ട്, 1 കൂടി ഉണ്ടായാൽ മതി 3 ആകാനായിട്ട്. എക്സ് പ്ലസ് വൈയുടെ മൂല്യം എത്ര? 1 2 കൂട്ടിയാൽ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 40 ഫ്രണ്ട്സ് അറ്റ് എ മാരേജ് പാർട്ടി ഷുക്ക് ഹാൻഡ്സ് വിത്ത് ഈച്ച് അതർ ഓൺലി വൺസ്. ഒരു കല്യാണ ഫംഗ്ഷനിൽ 40 ഫ്രണ്ട്സ് 40 കൂട്ടുകാരവിടെ എത്തി. അവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഷേക്ക് ഹാൻഡ്സ്. PSCയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലൊന്നാണ് ഷേക്ക് ഹാൻഡുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കേണ്ട ഒരു ലോജിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ഒരു ചടങ്ങിൽ 4 പേരാണുള്ളതെന്ന് കരുതുക. ഇപ്പോൾ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ 2 പേരല്ലേ പരസ്പരം ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ അയാൾ എനിക്കും തരുമല്ലേ, അല്ലാതെ ഞാനൊരിക്കൽ കൊടുത്തു അയാൾ എനിക്ക് വീണ്ടും തന്നു, അങ്ങനെ 2 എണ്ണമായിട്ടല്ലല്ലോ ചെയ്യുന്നത്, ഒറ്റ ഷേക്ക് ഹാൻഡ് അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ ആദ്യം ഒരു ഷേക്ക് ഹാൻഡ്, ഇവർ തമ്മിൽ. അപ്പോൾ പേര് കൊടുക്കാം ABCD. A എന്ന് പറയുന്ന ആൾ 3 പേർക്കും കൊടുക്കും. അപ്പോൾ 3 ഷേക്ക് ഹാൻഡായി. അടുത്ത B, Aക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ Cക്കും Dക്കും കൊടുക്കണം, +2. അടുത്ത C എന്ന് പറയുന്ന ആൾ Bക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. Aക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ Dക്ക് മാത്രം +1. ഇനി D എന്ന് പറയുന്ന ആൾ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും Dക്ക് കൊടുത്തു കഴിഞ്ഞു, അതായത് D തിരിച്ചും കൊടുത്തു കഴിഞ്ഞു, +0. ഇപ്പോൾ ഇവിടെ 4 പേരാണുള്ളത്. എനിക്ക് കിട്ടിയത് എങ്ങനെയാണ്? 0 + 1 + 2 + 3. ഇതെന്താണ്? ഹോൾ നമ്പേഴ്സ് അല്ലേ? 0-ൽ തുടങ്ങി അങ്ങനെ പോകുന്ന സംഖ്യകളെ പറയുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ 4 പേരെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ 4 ഹോൾ നമ്പറിൻ്റെ അഖണ്ഡ സംഖ്യകളുടെ തുകയല്ലേ എടുക്കേണ്ടത്? അഖണ്ഡ സംഖ്യയുടെ തുക എങ്ങനെ കണ്ടുപിടിക്കും? n × n-1/2. നാച്ചുറൽ നമ്പറിൻ്റെ സമ്മാണ് n × n+1/2. ഹോൾ നമ്പർ എടുക്കാൻ പറയുമ്പോൾ n × n-1/2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. തന്നയ്ക്കുന്ന ആൾക്കാരുടെ എണ്ണം എഴുതുക, ഒന്ന് കുറച്ച് എഴുതുക, പാതി എടുക്കുക. അത് കണ്ടുപിടിക്കേണ്ട ലോജിക്കാണ് ഞാനീ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ 40 കൂട്ടുകാരാണുള്ളത്. സോ 40 × 1 കുറച്ച് എഴുതുക, 39 / 2. 2ഉം 40ഉം 20 പ്രാവശ്യം. 2 × 39 എത്ര കിട്ടും? 39ൻ്റെ ഇരട്ടി 78ഉം ഒരു 0. ഉത്തരം 780 എന്ന് കിട്ടും. അപ്പോൾ ആകെ ആ ചടങ്ങിൽ 780 ഷേക്ക് ഹാൻഡുകളായിരിക്കും നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ലാസ്റ്റ് 2 ഡിജിറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ചോദ്യം, അതുപോലെ യൂണിറ്റ് ഡിജിറ്റിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്ന ചോദ്യങ്ങൾ, റിമൈൻഡർ കണ്ടുപിടിക്കുക, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ വിരളമായിട്ട് മാത്രമേ കാണാറുള്ളൂ. പക്ഷേ ചോദിക്കുന്ന സമയത്ത് ഇത് ഒരുപാട് പേര് എന്ത് ചെയ്യത്തില്ല, സ്കിപ്പ് ചെയ്തിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. യൂണിറ്റ് ഡിജിറ്റ് എന്നാൽ ഏറെക്കുറെ എല്ലാവരും ചെയ്യും, പക്ഷേ ലാസ്റ്റ് 2 ഡിജിറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ വരുന്ന എക്സാമുകൾക്ക് എല്ലാവർക്കും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.